ഭർത്താക്കന്മാരെ പോക്സോ കേസിനകത്ത് കൊടുക്കാറുണ്ട് ഈ ഭാര്യമാർ. നിന്നെ നശിപ്പിച്ചേ തീരൂ എന്നുള്ളൊരു ഭാവത്തിലാണ് കൂടുതലും ഭാര്യമാർ ഇതുപോലെ ചെയ്യുന്നത്. അത്രത്തോളം എനിമിറ്റി ഹസ്ബൻഡിനോടുള്ള ഭാര്യമാരാണ് കൂടുതലും ഇത് ചെയ്യാറ്. അപ്പം ഇവിടെ പലപ്പോഴും എനിക്ക് വരാറുള്ള ചോദ്യമാണ്, ഈ കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് കുട്ടി എങ്കിൽ എങ്ങനെയാണ് നമ്മളെ പനിഷ് ചെയ്യുക കോർട്ട് എന്നുള്ളതാണ്. പോക്സോ ആക്ട് വളരെ ചെറിയൊരു ആക്റ്റാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പം പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ അവരെ ചിലപ്പം പഠിപ്പിച്ചിട്ടായിരിക്കും വിടുന്ന ഇന്ന കാര്യം പറയണം എന്നുള്ളത്. അപ്പോൾ പോക്സോ കേസിൽ കുട്ടി 3 തവണ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കും, രണ്ടാമത്തത് 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊടുക്കും, പിന്നെ മൂന്നാമത്തത് വീണ്ടും ഒന്നും കൂടി മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ഒരേപോലെയാണ്, ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ല. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്നുള്ളത് തന്നെയാണ്. 99% ഇതിൽ നിന്ന് ഊരി വരാൻ ചാൻസസ് കുറവാണ്. ഓക്കെ, അതാണ് സത്യം. അപ്പം ഈ 3 അതേസമയം ഈ സ്റ്റേറ്റ്മെൻറ്റ് 3 കൊടുക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ മാക്സിമം രക്ഷിച്ചെടുക്കാനായിട്ട് വക്കീൽമാർ തീർച്ചയായിട്ടും ശ്രമിക്കും. അവർക്കൊരു ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ്. അപ്പം മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, പെൺമക്കളുണ്ട്, ഭാര്യമാർ ഒരു രീതിയിലും നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടാൻ നോക്കിക്കോ, രക്ഷപ്പെടാൻ നോക്കിക്കോ. കാരണം ഈ ഭാര്യമാർ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ, പോക്സോ കേസ് നിങ്ങളുടെ എതിരെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ചാൻസസ് കുറവാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാം ശ്രദ്ധിച്ചും കണ്ടും വേണം ഓരോ സ്റ്റെപ്സും എടുക്കാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യണം. കഴിഞ്ഞ തവണ ഞാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറേ പേര് ഫോളോ ചെയ്തു. അപ്പോൾ ഞാൻ പറയാത്തതുകൊണ്ടാണ് ഫോളോ ചെയ്യാത്തതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. താങ്ക് യു.